ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ മുട്ട ബുർജിന്നോ അല്ലെങ്കിൽ മുട്ട വറവെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ആ ഒരു ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരിക്കലും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളകായ ഉണ്ടാകുന്നിട്ട് ഒന്ന് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറി ലീഫ്, അതുപോലെ തന്നെ ഒരു പഴുത്ത തക്കാളി, ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഉള്ളിയിൽ നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മളെ മുട്ട ബുർജിയില്ലേ, ചപ്പാത്തിനെക്കാട്ടി കൂടുതൽ കോമ്പിനേഷനായിട്ട് പോകുന്നത് നമുക്ക് പത്തലിൻ്റെ കൂടെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നമുക്ക് പത്തലിൻ്റെ കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് മുട്ട ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്, എങ്കിൽ കൂടിയും ഇതെനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൽ അങ്ങനെ മുട്ടൻ്റെ സ്മെല്ലോ ഫ്ലേവറോ ഒന്നും അങ്ങനെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് മസാലപ്പൊടിയും അങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നമുക്കിത് മുട്ട ബുർജിയാണെന്നതിൽ മുട്ട വറവാണെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയിലിടെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. തക്കാളിയിലും നല്ലോണം വെന്ത് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. നമ്മൾ ഈ മുട്ട ബുർജിയില്ലേ, നമ്മൾക്ക് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ നല്ല സൈഡായിട്ടെല്ലാം കഴിക്കാം. ഇതിൻ്റെ പേര് എങ്ങനെയാണ് ഈ മുട്ട ബുർജി എന്ന് വന്നത് എനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോ. കാരണം നമ്മളിത് അങ്ങനെ പറയൽ കുറവാണ്, എന്നാലും പറയും നമ്മൾ കൂടുതൽ ഇത് മുട്ട വറവ് എന്ന് അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയിലൂടെ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാല അത് ലാസ്റ്റാണ് എന്താ ചേർക്കുന്നത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 പൊടികളും ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടൈം ഉപ്പും അതുപോലെ തന്നെ എരിവ് വല്ലതും ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവെല്ലാം എനിക്ക് കണക്കായതുകൊണ്ട് ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് നമ്മളെ മുട്ടയില്ലേ, 2 മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ടയിലും നല്ലോണം ഒന്ന് കുക്കാകുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. മുട്ടയിലും കുക്കായി കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമ്മൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മുട്ട ബുർജീൻ്റെ പണി. ഈ ഒരു ടൈമിങ്ങൾക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബുർജിൻ്റെ റെസിപ്പി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഐറ്റം തന്നെയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.